പ്രൈസ് ദ ലോർഡ്. ഈ യൂട്യൂബിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദൈവത്തിൻ്റെ സ്വരം നമ്മളെങ്ങനെ ശ്രവിക്കണമെന്നും അത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ പറ്റുമെന്നുമാണ് നമ്മൾ ഈ ചെറിയ സമയം കൊണ്ട് ചിന്തിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടുകൂടി സഹകരിക്കുമല്ലോ അല്ലേ? ആദ്യം തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഇതാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ ദൈവം വചനമായിരുന്നു. അതെ, വചനമാണ് അവതരിച്ചത് അല്ലേ? ഇന്ന് നമ്മൾ ആഗമനകാലത്തിലേക്ക് കടന്നു. യേശുവിൻ്റെ വരവേൽപ്പിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ക്രിസ്മസ് നോമ്പെടുത്ത് ദൈവത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ജനത, ദൈവജനം. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഇത് ഊന്നി പറയുന്നുണ്ട്. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ജനത. അതനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 25 ദിവസവും ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തെ അനുഭവിക്കുവാൻ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചിലർ ഉപവാസം എടുക്കും, നോമ്പെടുക്കും, കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യും. അതുപോലെ പ്രത്യേക ചില നിയോഗങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം നടത്തും. പലപ്പോഴും നമുക്കറിയാം, ചിലർ ദുശീലങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതായിട്ട് കാണാം. പിന്നീട് അത് ജീവിതത്തിലേക്ക് മാറ്റപ്പെടുന്നതായിട്ടും കാണാം. അപ്പോൾ അങ്ങനെ ഒരു നല്ല സമയമാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുക. ഈ ഒരു മനോഭാവം ഇന്നോ നാളെയോ മാത്രമല്ല, എന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ടതിന് നമ്മൾ കാത്തിരിപ്പിൻ്റെ മക്കളായി തീരണം. ദൈവത്തിനെ എപ്പോഴും വചനത്തിൽ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആയിരിക്കുവാൻ നമുക്ക് പറ്റണം. ഈ ആത്മീയ ആലോചനയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഞാൻ കാതു കൊടുക്കണം. ദൈവത്തെ അനുഭവിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കണം. ദൈവത്തെ സ്വീകരിക്കാനുള്ള ഹൃദയം കൊടുക്കണം. അങ്ങനെ ദൈവത്തിലായിരിക്കുന്ന ദൈവമക്കളായി നമുക്ക് രൂപാന്തരപ്പെടണം. ഈ ഒരവസ്ഥ നാം തന്നെ രൂപപ്പെടുത്തേണ്ടതിന് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതും കൂടിയുള്ള സമയമാണ്. നാം പൂർണ്ണമായി വിനിയോഗിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. നമ്മൾ കൂടുതൽ ദൈവദർശനമുള്ളവരാകും. ദൈവിക ചിന്തയിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് അനുനയിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പുതിയ വ്യക്തികളെ രൂപാന്തരപ്പെടാൻ ഒരുക്കുന്നൊരവസരമാണിത്. തീർച്ചയായും നമുക്കതിന് സാധിക്കും. അപ്പോൾ ഈ ഒരുക്ക ദിവസം നമുക്ക് കൂടുതൽ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. മറ്റൊന്നുമല്ല, ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കും. വചനം എന്നിലെ കുടികൊള്ളുമ്പോൾ ഞാൻ വചനത്തിലും വചനം എന്നിലുമായി മാറും. അങ്ങനെ നാം എല്ലാം ദൈവവാഹകരായി തീരും. അങ്ങനെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറും. ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ആഗ്രഹിക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യാം. അതിനുള്ള കൃപ നമുക്ക് ദൈവം തരും. ഇപ്പോഴും തന്നുകൊണ്ടിരിപ്പുണ്ട്. അത് സ്വീകരിക്കുന്ന മനോഭാവമാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് ഒരുങ്ങാം ഈശോയെ സ്വീകരിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് കാതോർക്കാം, ദൈവത്തിനെ ഹൃദയത്തിൽ സ്വീകരിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി രൂപാന്തരപ്പെടേണ്ടതിന് നമുക്ക് തീരുമാനമെടുക്കാം. ദൈവത്തിന് നല്ലൊരു ദിവസം തന്നതിന് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്.